ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമാക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും ബാഗുകളുടെ ഒരു വീഡിയോ തന്നെ കാണാം. പക്ഷെ ഇന്നത്തെ ബാഗുകൾ എന്ന് പറഞ്ഞാൽ റീസ്റ്റോക്ക്ഡ് വീഡിയോസ് ആണ്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ബാഗുകൾ കാണിച്ചപ്പോൾ പലരും ഓഫീസ് ബാഗുകൾ വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കാണും ഈ വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഓരോ ബാഗുകളായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് കാണിക്കുന്ന ബാഗ് ഇത് ഇങ്ങനത്തെ ഷേപ്പ് ഉള്ളൊരു ബാഗാണ്. ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ബാഗ് തന്നെയാണ് ഇത്. ഈ ബാഗില് അന്ന് കാണിച്ചപ്പോൾ കുറെ പേര് വീണ്ടും വീണ്ടും ഈ ബാഗുകൾ ചോദിച്ചായിരുന്നു. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. റെക്സിനിലുള്ള ബാഗാണെങ്കിലും ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകളാണ്. ഇതുമേലത്തെ ഡിസൈൻ കണ്ടോ? ഇത് ഒരു മൗ കളറാണ് ഇത് വരുന്നത്. അതുപോലെ ഇതിന് 2 ഹാൻഡിലാണ് ഉള്ളത്. പിന്നെ ഇതിന് ഇങ്ങനെ കുറെ ലെങ്ത്തിൽ ഇടണം എന്നുള്ളവര് ഇത് വാങ്ങിക്കരുത്. അങ്ങനത്തെ സ്ലിങ് ഇല്ല, ലെങ്ത്തിൽ ഇടുന്ന സ്ലിങ് ഇല്ല. ഇത് ഇതുപോലെ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പിടിക്കണം, അതല്ലെങ്കിൽ ഇതുപോലെ പിടിക്കണം. ഇതില് വെള്ളത്തിന്റെ കുപ്പി, 3 ഫോൾഡിന്റെ കൊട, പിന്നെ എന്തെങ്കിലും പേപ്പർ, ബുക്ക് എല്ലാം വെക്കാൻ പറ്റുന്ന ബാഗാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളില് 2 കള്ളികളാണ് ഉള്ളത് കേട്ടോ. ഇതില് നമുക്ക് സുഖമായിട്ട് വെള്ളത്തിന്റെ കുപ്പി വെക്കാം, 3 ഫോൾഡിന്റെ കൊടയും എല്ലാം വെക്കാൻ പറ്റും. ഒരു കള്ളി ഇതുപോലെ, രണ്ടാമത്തെ കള്ളിയിൽ ഇവിടെ വീണ്ടും ഉള്ളിൽ ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. ഇത് കൂടാതെ ഇതിന്റെ ബാക്ക് സൈഡിലും ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട്. അപ്പൊ ഇതൊരു മൗ കളറിൽ ഇതിന് വരുന്ന വാർ എന്ന് പറയുന്നത് ഒരു കാപ്പിപ്പൊടി കളറാണ്. ഇങ്ങനെയാണ് ഈ ബാഗിന്റെ വ്യൂ വരുന്നത്. ഈ ബാഗ് ഇതിന്റെ വേറൊരു ഷെയ്ഡ് വരുന്നത് ഇതുപോലെ ബ്രൗൺ ഷെയ്ഡാണ്. അപ്പൊ ഇങ്ങനെ 2 ഷെയ്ഡുകളിലാണ് ഈ ബാഗ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതൊക്കെ MRP വരുന്നത് കണ്ടോ, 890 രൂപ MRP വരുന്ന ബാഗുകളാണ്. ഞാൻ നിങ്ങൾക്ക് ഈ ബാഗുകളൊക്കെ തരുന്നത് 715 രൂപയാണ്. ഈ ബാഗും ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ കാണിച്ചിരുന്ന ഒരു ബാഗായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ് ഇത്. ഈ ബാഗ് ഓഫീസ് ബാഗായിട്ട് ഉപയോഗിക്കാം. കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന് സൈഡിലേക്കല്ല വീതി, താഴത്തേക്കാണ് നീളം. അതായത് ഒരു A4 സൈസിന്റെ A4 സൈസ് പേപ്പറിന്റെ നീളമുള്ള ബാഗാണ്. ഇതിന്റെ ഉള്ളില് കോളേജ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഒരു A4ന്റെ പേപ്പറിന്റെ അത്രയ്ക്ക് നീളം വരുന്ന ബാഗാണ്. അവരുടെ വലിയ നോട്ട്ബുക്കുകൾ എല്ലാം ഇതിൽ വെക്കാൻ പറ്റുന്ന ബാഗാണ്. അപ്പോൾ ഫസ്റ്റ് ബാഗ് വരുന്നത് ഒരു മൗ ഷെയ്ഡാണ്. ഇത് എംബ്രോയിഡറി ഉള്ള ബാഗാണ്. ഇതിലത്തെ എംബ്രോയിഡറിയുടെ കളർ വരുന്നത് ഇതുപോലെയാണ്. ഇതേ കളറിൽ തന്നെ അടുത്ത ബാഗില് കളർ വരുന്നത് ഇങ്ങനെയാണ്. അടുത്തത്തെ എംബ്രോയിഡറിയുടെ കളറ്. പിന്നത്തെ എംബ്രോയിഡറിയുടെ കളർ വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ഈ കാണിക്കുന്ന ബാഗുകളെല്ലാം സെയിം ബാഗ്, സെയിം സ്പെസിഫിക്കേഷൻ. അതിലത്തെ ആ എംബ്രോയിഡറിക്ക് മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ ഇതിന്റെ വേറൊരു ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ ഷെയ്ഡിലത്തെ എംബ്രോയിഡറിയുടെ ഡിസൈൻ ഇതുപോലെയാണ്. അപ്പോൾ ഈ ബാഗുകൾക്ക് എല്ലാം റേറ്റ് വരുന്നത് 650 രൂപയാണ്. ഇനി അടുത്ത ബാഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ച ബാഗ് പോലെ തന്നെ സെയിം സ്പെസിഫിക്കേഷൻ, സെയിം മെറ്റീരിയൽ എല്ലാം സെയിം ആണ്. ഡിസൈനിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അതില് ആദ്യം കാണിച്ച ബാഗിൽ ഒരു എംബ്രോയിഡറി ഫ്ലവർ ആയിരുന്നു. ഇതിൽ അങ്ങനെയല്ല. ഇത് 3 ബട്ടൺ ആണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ബട്ടൺ മാത്രമുള്ള ഡിസൈൻ ആണ്. മെറ്റീരിയൽ വന്നിരിക്കുന്നത് റെക്സിനാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള റെക്സിനാണ്. ഇത് ഓഫീസിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ആരൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു ആ ബാഗുമേള എംബ്രോയിഡറി പോകുന്നത്. അത് മെഷീൻ വെച്ച് ചെയ്യുന്നതാണ്, അത് പോവില്ല കേട്ടോ. അതുപോലെ ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ബാഗുകളാണ്. ഇതില് വന്നിരിക്കുന്ന വേറൊരു ഷെയ്ഡ് ബ്ലൂ ആണ്, നല്ല നേവി ബ്ലൂ ഷെയ്ഡ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡ്. ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 650. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് ഒരു ഓഫീസ് ബാഗായിട്ടും ഉപയോഗിക്കാം. അതുപോലെ നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും ഒരു 2 ദിവസം യാത്രയൊക്കെ പോവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഒന്ന് ഹോസ്പിറ്റലിൽ കിടക്കണം, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണിത്. കൂടുതലും ഇത് ഓഫീസിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഇത് നല്ലത്. ഇത് റെക്സിനിൽ തന്നെ വന്നിരിക്കുന്ന ബാഗാണ്. പക്ഷെ ഒരു ലെതർ ഫിനിഷോട് കൂടി വന്നിരിക്കുന്ന ബാഗാണ്. ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ടെറാക്കോട്ട അല്ല, മെറൂൺ അല്ല, അങ്ങനത്തെ ഒക്കെ ഒരു കളറിൽ ബ്ലാക്ക് ഷെയ്ഡ് അവിടെ ഇവിടെ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഇത് കളർ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് നല്ല വീതിയുള്ള ബാഗാണിത്. ഇത് ഇങ്ങനെയാണ്.
കണ്ടോ? ഞാൻ ഇട്ട് കാണിക്കുന്നത് എന്താന്ന് വെച്ചാല് ചിലർ ഈ ബാഗ് കിട്ടിക്കഴിയുമ്പോൾ പറയും അയ്യോ ഞാൻ വിചാരിച്ച പോലെ നീളമില്ല വീതി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഇതിൽ നമുക്ക് ഒരു A4 ഷീറ്റ് പേപ്പർ കെടുത്തിടാൻ പറ്റും. മറ്റേ നേരത്തെ കാണിച്ച ബാഗിൽ നിവർത്തി വെക്കാനാണ് പറ്റണമെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ കെടുത്തിടാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതുപോലെ, ബാക്ക് സൈഡിൽ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളില് ഇതിന്റെ മെയിൻ സിബ് തുറന്നു കഴിയുമ്പോൾ ഇതിന് വീണ്ടും 2 സെപ്പറേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം. ഇതൊക്കെ നല്ല സ്പേഷ്യസ് ആണ് ഇതിന്റെ ഉള്ളിൽ. ഇതിൽ നിറച്ച് പേപ്പറുകൾ കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഇത് നല്ലതുപോലെ സ്പേഷ്യസ് ആണ്. പിന്നെ സെന്ററിൽ വേറൊരു കള്ളി കൂടിയുണ്ട്. ഇനി ഇത് കൂടാതെ ഇതിന്റെ സൈഡിൽ ഉള്ളിൽ ഒരു പോക്കറ്റ് കൂടിയുണ്ട്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 810. ഓഫീസുകാർക്ക് പറ്റിയ സൂപ്പർ ബാഗാണ്. ഇനി ഇതിന്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡില്. എല്ലാ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും സെയിം തന്നെ. കോഫി ബ്രൗൺ കളറിൽ അവിടെ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതാണ്. ഇതൊരു ലെതറിന്റെ ഒരു ഫിനിഷിംഗ് തരുന്ന ഒരു ബാഗാണ്. ലെതർ അല്ല, റെക്സിനിൽ വരുന്ന ബാഗാണ്. നല്ല ബാഗുകളാണ്, ക്വാളിറ്റി ഉള്ള ബാഗുകളാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 810. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് നമുക്ക് യാത്രയ്ക്കും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഓഫീസുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതും ഒരു കോഫി കളറാണ്. ഇതില് ഇതുപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിന്റെ ഷേപ്പ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇതിന്റെ സൈഡിൽ കണ്ടോ, ഇതുപോലെ ഒരു പിടുത്തം കുറച്ചും കൂടി ഒരു ഫാൻസി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. ബാക്ക് സൈഡിൽ ഇത് ഒരു പോക്കറ്റ് ഉണ്ട്. ഇതൊക്കെ നല്ല ബാഗുകളാണ് കേട്ടോ. നമ്മൾ കയ്യിൽ നിങ്ങൾ പിടിച്ചു നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ആ ഫീല് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ നല്ല നല്ല ബാഗുകളാണ്, നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകളുമാണ്. പിന്നെ ഇതിലും 2 പോക്കറ്റാണുള്ളത്. നമുക്ക് വെള്ളം കുപ്പി, 3 ഫോൾഡിന്റെ കുട എല്ലാം ഇടാൻ പറ്റും. അതുപോലെ വലിയ ബുക്കുകള്, പേപ്പറുകൾ എല്ലാം നമുക്ക് ഇതിൽ വെക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 790. ഇങ്ങനെയുള്ള ബാഗുകൾക്കൊന്നും പിന്നെ ഇങ്ങനെ നീളത്തിലിടാൻ പറ്റില്ല കേട്ടോ. നീളത്തിലുള്ള സ്ലിംഗ് ഉള്ള ബാഗുകളല്ല. ഇതിന്റെ ഒക്കെ വാറ് ഇത്രയാണ് ഉള്ളത്. അപ്പം ഇത് നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ ഓഫീസിൽ പോകുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 790. ബാഗ് ഇത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു സ്ലിംഗ് ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സ്ലിങ്ങിനൊക്കെ നല്ല ലെങ്ത് ഉള്ള ഒരു ബാഗാണ്. ഇത് ഒരു ടാൻ ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെയും ഔട്ട്ലുക്ക് വരുമ്പോൾ ഒരു ലെതർ ഫിനിഷ് ആണ് ഈ ബാഗിനുള്ളത്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് ആണ് ഈ കാണുന്നത്, ഒരു ഫ്ലാപ്പ് ആണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ 3 പോർഷൻ ആണ് ഉള്ളത്. അതിൽ 2 എണ്ണത്തിന് സിബോർഡ് കൂടിയതും 1 എണ്ണം സിബില്ലാത്ത ഒരു പോർഷനും. ഇതിൽ 3 ഫോൾഡിന്റെ കുടയെ വെക്കാൻ പറ്റുള്ളൂ, അല്ല 5 ഫോൾഡിന്റെ കുടയാണ് ഇതിൽ വെക്കാൻ പറ്റുള്ളൂ. 3 ഫോൾഡിന്റെ കുട ഇതിൽ വെക്കാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെച്ച് യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതും അതെ, ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 585. ഇതിൽ തന്നെ ഒരു ഷെയ്ഡ് കൂടി വേറെ വന്നിരിക്കുന്നതാണ് നേവി ബ്ലൂ ഷെയ്ഡ്. ഇങ്ങനെ 2 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ഈ ഭാഗത്തുള്ള ഡിസൈൻ കണ്ടോ, ഒരു ചെക്ക് പോലെ, ചെക്കല്ല സ്ട്രൈപ്സ് ആണ്. അങ്ങനെയുള്ളൊരു ഡിസൈനാണ് അവിടെ ഫ്ലാപ്പ് ഇതുപോലെ. അപ്പോൾ ഇതിന്റെ 2ന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 585. ബാഗ് ഇതുപോലെ ഒരു ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ലിങ്ങിനൊക്കെ നല്ല നീളമുള്ള ഒരു ബാഗാണ്. ഇതിന്റെ ഷേപ്പ് കണ്ടോ, ഇതൊരു ഫ്ലാപ്പാണ്, പക്ഷെ ഇങ്ങനെ സ്ലാൻഡിങ് ഫ്ലാപ്പാണ്. അതുപോലെയാണ് അതിന്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതും അത് ഒരു ലെതർ ഫിനിഷ് തരുന്ന ഒരു ബാഗാണ്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ്. ഇതുപോലെ പ്രസ് ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ 2 പോർഷൻ ആണ് ഇതിൽ വരുന്നത്. ഇതിലും 3 ഫോൾഡിന്റെ കുട ഇടാൻ പറ്റില്ല, 5 ഫോൾഡിന്റെ കുടയാണ് ഇതിൽ ഇടാൻ പറ്റുള്ളൂ. ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ ബാക്ക് സൈഡിലും ഒരു പോക്കറ്റ് ഉണ്ട്. അപ്പം ഇതിന്റെ ഫ്ലാപ്പ്, ആദ്യം കാണിച്ച ബാഗിന്റെ ഫ്ലാപ്പ് പ്ലെയിൻ ആയിരുന്നു. ഇതിന്റെ ഫ്ലാപ്പിലാണ് ആ സ്ട്രൈപ്സ് പോലത്തെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 565. ഇനി ഇതില് വേറെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ്. പിന്നെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ടാൻ ബ്രൗൺ ഷെയ്ഡ്. ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. നല്ല യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ബാഗാണ്. നെക്സ്റ്റ് ബാഗ് വരുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചതും
ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതുമായ നല്ലൊരു ബാഗാണിത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. ഇതൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. ഇതിൽ 3 കമ്പാർട്ട്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതാ ഇതുപോലെ 3 കള്ളിയുണ്ട്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ബാഗാണ്. ഇതിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാം, അതല്ല സ്ലിംഗ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ സ്ലിംഗ് ഇടാനുള്ള ഓപ്ഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ വീണ്ടും ഒരു പോക്കറ്റ് ഉണ്ട്. ഇതുപോലെയാണ് അപ്പോൾ ഈ ബാഗ് വന്നിരിക്കുന്നത്. ഇതൊരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. ഒരുപാട് പീസ് ഞാൻ വിറ്റതാണിത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 690. ഇനി ഇത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. ഇനി വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ചെറുപയർ പച്ചയുടെ ലൈറ്റ് ഷെയ്ഡ്. ഇതാ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 690, 690. ഇങ്ങനത്തെ ബാഗുകൾ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറെ പേര് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചോദിച്ചായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഒരു പീസാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. ആ ഒരു പീസ് മാത്രം, ഒരു പീസ് ആയാലും ഞാനത് കാണിച്ചതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് ആവശ്യപ്പെട്ടവർ ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു മൗ ഷെയ്ഡാണ്. ഇതുപോലെ ചമ്മലാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഷോൾഡർ ബാഗ് ആയിട്ട് അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതാ ഇതുപോലെ ഒരു ലോക്കാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു സിംഗിൾ കള്ളിയാണ്. നമ്മളുടെ പേഴ്സും പൈസ അല്ലെങ്കിൽ കണ്ണാടിക്കൂട് അത്രയ്ക്കൊക്കെ സാധനങ്ങളാണ് ഇതിൽ വെക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ റേറ്റ് വരുന്നത് 350 രൂപ. ഇത് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു ചെറിയ യാത്രയൊക്കെ പോകുമ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നെക്സ്റ്റ് ബാഗ് വരുന്നത് ഇതാ ഇതുപോലത്തെ ബാഗാണ്. ഇതും ഞാൻ മുമ്പ് കാണിച്ചിരുന്ന ബാഗാണ്. അന്നും ആരൊക്കെയോ എന്നോട് ഈ ബാഗുകൾ ചോദിച്ചായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ ഓരോ കസ്റ്റമേഴ്സും വിളിച്ചിട്ട് ഈ ബാഗ് വരുമ്പോൾ പറയണം, ഈ ബാഗ് വരുമ്പോൾ പറയണം എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താ പറയാ, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കടയിൽ ആൾക്കാർ വരുമ്പോൾ അവരെയും നോക്കണ്ടേ നമുക്ക്. അപ്പൊ അങ്ങനെ തിരക്കുള്ള സമയത്ത്, അതുപോലെ ഫോട്ടോ എടുത്ത് അയക്കാനൊക്കെ പറഞ്ഞാൽ നമുക്ക് തിരക്കുള്ള സമയത്ത് അതിനൊന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ആരും വിഷമം വിചാരിക്കരുത്. തിരക്കായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ കണ്ടാൽ മതി. അതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും കാലത്ത് 10 മണിക്കാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് കണ്ടാൽ മതി. അതുപോലെ ആഴ്ചയിൽ 2 ദിവസം ബാഗിന്റെ വീഡിയോ ഉണ്ടാവും. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇടാൻ ഇത്തിരി വൈകിയാൽ അപ്പോൾ 2 വീഡിയോ ഏകദേശം അടുപ്പിച്ചുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ബാഗ് അന്ന് ആരൊക്കെയോ ചോദിച്ചായിരുന്നു. എനിക്കൊരു സിംഗിൾ പീസാണ് ഇത്. വേറെ ഒരു കളർ ഷെയ്ഡോ ഒന്നും കിട്ടിയിട്ടില്ല വേറെ. അപ്പോൾ ഈ ഒരു പീസ് അവിടെ ഉണ്ടായിരുന്ന കണ്ടപ്പോൾ ഞാനത് എടുത്തിട്ട് വന്നു എന്ന് മാത്രം. ഇത് നമുക്ക് ഇതുപോലെ സ്ലിംഗ് ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇതിന്റെ ഉള്ളില് ഇതിന്റെ സെന്ററിൽ ഒരു പോക്കറ്റ് വേറെ ഉണ്ട് കേട്ടോ, ഒരു പോർഷൻ ഉണ്ട്. എന്നിട്ട് 2 കള്ളി അപ്പുറത്തും ഇപ്പുറത്തും. ഇതിൽ 3 ഫോൾഡിന്റെ കുട വെക്കാൻ പറ്റില്ല, 5 ഫോൾഡിന്റെ കുട ഇതിൽ വെക്കാൻ പറ്റും. അതുപോലെ മൊബൈല്, കണ്ണാടിക്കൂട്, പൈസ അങ്ങനെയൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. ഇത് നല്ലൊരു, ഇതിന്റെ കളർ പറയുകയാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് കളറാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 450. അപ്പോൾ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്